വിദ്യാർത്ഥികൾക്കെതിരെ അടിച്ചമർത്തൽ നടപടി തുടർന്ന് അംബേദ്കർ യൂണിവേഴ്സിറ്റി അധികൃതർ ക്യാമ്പസിനുള്ളിൽ പ്രതിഷേധിച്ചതിന് 5 വിദ്യാർത്ഥികളെ കൂടി സസ്പെൻഡ് ചെയ്തു. SFI യൂണിയൻ കൗൺസിലർമാരെ ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്തുള്ള യൂണിവേഴ്സിറ്റിയുടെ നടപടിയിൽ വിദ്യാർത്ഥി പ്രതിഷേധം ശക്തമാകുന്നു. അതേസമയം വിദ്യാർത്ഥികളുടെ പഠനം തടസ്സപ്പെടുത്തിയുള്ള സസ്പെൻഷൻ ഉടൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വി ശിവദാസൻ MP വൈസ് ചാൻസലർക്ക് കത്തയച്ചു. ദില്ലി അംബേദ്കർ യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥി വിരുദ്ധ നടപടികൾക്കെതിരെ പ്രതിഷേധിച്ചതിനാണ് 5 വിദ്യാർത്ഥികളെ കൂടി സസ്പെൻഡ് ചെയ്തത്. 2 യൂണിയൻ കൗൺസിലർമാരെയും മലയാളി വിദ്യാർത്ഥികളെയും സസ്പെൻഡ് ചെയ്ത് അധികൃതർ ഉത്തരവിറക്കി. വിദ്യാർത്ഥിനിയെ റാഗ് ചെയ്തതിൽ പ്രതിഷേധിച്ച SFI പ്രവർത്തകരെ 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തതിൽ വിദ്യാർത്ഥികൾ നിരാഹാര സമരം തുടരുന്നതിനിടെയാണ് യൂണിവേഴ്സിറ്റി അധികൃതരുടെ കൂട്ട സസ്പെൻഷൻ നടപടി. സസ്പെൻഷൻ പിൻവലിക്കണമെന്നും വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് നീക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള നിരാഹാര സമരം 4 ദിവസം പിന്നിട്ടു. വിദ്യാർത്ഥികളുമായി വൈസ് ചാൻസലർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന ആവശ്യത്തെ പോലീസിനെ ഉപയോഗിച്ചാണ് അധികൃതർ നേരിട്ടത്. വിദ്യാർത്ഥികളെ അടക്കം പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. അതേസമയം വിദ്യാർത്ഥികളുടെ അക്കാദമിക ജീവിതത്തെ തടസ്സപ്പെടുത്തിയുള്ള സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വി ശിവദാസൻ MP വൈസ് ചാൻസലർക്ക് കത്തയച്ചു. ക്യാമ്പസിനുള്ളിലെ മോശപ്പെട്ട സംഭവം തുറന്നുകാട്ടിയ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്ത നടപടി നിർഭാഗ്യകരമെന്ന് MP കത്തിൽ ചൂണ്ടിക്കാണിച്ചു. പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ ക്യാമ്പസിനുള്ളിൽ പ്രവേശിപ്പിക്കാതെ ഗേറ്റുകൾ അടച്ചുപൂട്ടിയുള്ള ഗുണ്ടായിസമാണ് അധികൃതർ നടപ്പിലാക്കുന്നത്. ഈ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് SFI. കൈരളി ന്യൂസ്, ദില്ലി.